സിവിയർ എൻഡോമെട്രിയോസിസ് ഉള്ള ചില സ്ത്രീകൾക്ക് വേദനയില്ല, എന്നാൽ ഒരു മിനിമൽ ഡിസീസ് ഉള്ള പലവർക്കും വേദനയുണ്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ നമ്മളുടെ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു രോഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ കൂടെ എക്സ്പേർട്ട് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അക്ഷയ് പ്രഭു സർ ഉണ്ട്. സർ, വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇങ്ങനത്തെ ഒരു രോഗത്തെ പറ്റിയിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല, ഈവൻ ദോ ആ സിംറ്റംസ് ഒക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ എന്താണ് ഈ ഒരു രോഗം? ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും ഇന്നർ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയം, ഇതാണ് ഹോർമോണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ലെയർ. അപ്പോൾ എല്ലാ മാസം മെൻസസിനോട് എടുക്കുമ്പോഴത്തേക്കും ഈ ലെയർ വികസിച്ച് മെൻസസിന് സമയത്ത് പൊട്ടിപ്പുറത്ത് വരും. അപ്പോൾ ഈ ഒരു ടിഷ്യൂ, എൻഡോമെട്രിയം എന്ന് പറയുന്ന ടിഷ്യൂ, അതിൻ്റെ സാധാരണ ലൊക്കേഷനായ ഇന്നർ ലൈനിങ് കൂടാണ്ട് വേറെ എവിടെ വന്നു കഴിഞ്ഞാലും അതിനെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം, യൂട്രസിനെ പുറമെ എവിടെയും വരുന്നു, അതിൻ്റെ ഏറ്റവും കോമൺ ലൊക്കേഷനാണ് ഓവറീസ്, ഇല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്സ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഴലിൽ വരാം, ചിലപ്പോൾ ആസ് ഫാർ ആസ് പോസിബിൾ ബ്രെയിനിൽ വരെയും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് ദിസ് എൻഡോമെട്രിയം അതർ ദാൻ ഇറ്റ്സ് നോർമൽ ലൊക്കേഷൻ വേറെ എവിടെ വന്നു കഴിഞ്ഞാലും അതിനെ എൻഡോമെട്രിയോസിസ് എന്ന് പറയും. എന്താണ് എൻഡോമെട്രിയോസിസിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ? ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഡിസ്മെനോറിയ, അതായത് പീരീഡ്സിന് സമയത്ത് വരുന്ന വേദനയാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ക്ലാസിക്കൽ സിംറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇപ്പോൾ മാരീഡോ അല്ലെങ്കിൽ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പെറൂണിയ എന്ന് പറയും. അതായത് ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ഡീപ്പ് പെനട്രേഷൻ ചെയ്യുമ്പോൾ വരുന്ന തീവ്രമായിട്ടുള്ള വേദനയാണ്. മൂന്നാമത്തത് എല്ലാവരിലും കാണുന്നില്ല, ഡിസ്കീസിയ എന്ന് പറയും. അതായത് മോഷൻ പാസ് ചെയ്യുമ്പോൾ വരുന്ന പെയിൻ. ഇതിനാണ് ഏകദേശം ഒരു ക്ലാസിക്കൽ ട്രയാഡ് ഓഫ് 3D എന്ന് പറയുന്നത്. ഈ 3 ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഒരു ഹൈ പോസിബിലിറ്റിയാണ് എൻഡോമെട്രിയോസിസ് ഉണ്ടാവാൻ. ഇത് കൂടാണ്ട് വരുന്ന അതർ സിംറ്റംസ് ആണ് നമുക്ക് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, മെൻസസ് സമയത്ത് വരുന്ന അമിത രക്തസ്രാവം, ഇല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി തന്നെ ആവാം ഫസ്റ്റ് പ്രസൻറ്റേഷൻ എൻഡോമെട്രിയോസിൻ്റെ. അതുവരെയും സൈലൻ്റ് ആയിട്ട് നിന്നത് അതിൻ്റെ ഇവാലുവേഷൻ്റെ സമയത്ത് കണ്ടുപിടിക്കുന്നതാവാം ചിലപ്പോൾ എൻഡോമെട്രിയോസിസ്. ഓക്കെ, അപ്പം ഈ എൻഡോമെട്രിയോസിൻ്റെ രോഗനിർണയം വൈകുന്നതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസിൽ പറയുന്നത് സാധാരണ എൻഡോമെട്രിയോസിൻ്റെ ഡയഗ്നോസിസ് ഏകദേശം 9 തൊട്ട് 10 വർഷം വരെ ഡിലേ ആവാമെന്നാണ്. അതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത്, ഇപ്പോൾ അതിൻ്റെ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറയുന്നത് ഡിസ്മെനോറിയാണ്. ഈ ഡിസ്മെനോറിയ വന്നു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും അതൊരു നോർമൽ ഫിനോമിനനായിട്ട് കൂട്ടി ചിലപ്പോൾ ഡോക്ടറിനെ കാണണമെന്നില്ല, ടാബ്ലറ്റ്സോ വേറെ എന്തെങ്കിലും റെമഡീസിലൂടെ എല്ലാം ചിലപ്പോൾ അത് ആ ഒരു പെയിൻ മറികടന്നേക്കാം. അപ്പോൾ അത് തന്നെ ചിലപ്പോൾ ഡോക്ടറിലേക്ക് എത്തിപ്പെടാൻ ഇല്ലെങ്കിൽ ഡയഗ്നോസിസിലേക്ക് എത്തിപ്പെടാൻ വൈകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എൻഡോമെട്രിയോസിസിൽ ചിലപ്പോൾ ഒരു വരുന്ന പാരഡോക്സ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരു ലീഷനോ ഒന്നും വിസിബിൾ എല്ലായും കൂടും ഒരുപാട് സിംറ്റംസ് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും കാണണമെന്നില്ല. പിന്നെ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് സൈലൻ്റ് ആയിട്ടും വരാം. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് വേറൊരു പ്രശ്നമോ കാര്യങ്ങളില്ല, ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇത് ചിലപ്പോൾ വിസിബിൾ ആവുന്നുണ്ടാവും. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് ഈ 3-4 ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് എപ്പോഴും സാധാരണ ഇത് ഡിലേ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ഈ എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്യാൻ സാധാരണ ഒരു 4 സ്റ്റെപ്പെങ്കിലും എടുക്കും. ഇതിൽ നമ്മുടെ ഫസ്റ്റ് സസ്പിഷൻ എന്ന് പറയുന്നത് അവരുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇല്ലെങ്കിൽ അവരുടെ സിംറ്റംസിനെ ബേസ് ചെയ്തായിരിക്കും. നമ്മൾ ആദ്യം ഇതിനൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് എൻഡോമെട്രിയോസിസ് ആയേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്താം. ഇത് കൺഫേം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് ആണ്. ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഏർലി എൻഡോമെട്രിയോസിസ് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ക്ലിനിക്കൽ സസ്പീഷൻ ഹൈ ആണ്, ഇതിലൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അഥവാ ഇതിൽ എന്തെങ്കിലും ലീഷൻസ് കണ്ടാൽ പോലും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനെ ഒന്നും കൂടെ കൺഫേം ചെയ്യാനും അതിനെ ചാർട്ട് ചെയ്യാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് MRI. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം എൻഡോമെട്രിയോസിസ് ഉണ്ട്, എന്താണ് അതിൻ്റെ ലീഷൻ, എന്താണ് അതിൻ്റെ വ്യാപ്തി എന്നുള്ള കാര്യം മനസ്സിലാവും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കുക, അതാണ് ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പിയാണ് ശരിക്കും ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേ ഒരു സ്റ്റെപ്പിൽ, അതായത് കീ ഹോൾ സർജറിയിലൂടെ നമുക്കിതിനെ കൃത്യമായിട്ട് ഡയഗ്നോസിസ് ചെയ്ത് സ്റ്റേജും ചെയ്യാം, കൂട്ടത്തിൽ അതിനെ സർജിക്കലി ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ യൂഷ്വലി ഈ ഒരു 4 സ്റ്റെപ്പ് അപ്രോച്ചാണ് നമ്മൾ എൻഡോമെട്രിയോസിസിൽ സാധാരണ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു വേദന വരുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾക്ക് ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു സ്കെയിലുണ്ടോ,
അതായത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോകൂ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഡിസ്മെനോറിയ അഥവാ പീരീഡ്സിൻ്റെ പെയിൻ എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിലുണ്ടാവും. ഇപ്പോൾ ചിലവർ ഈ മെൻസസ് ആയാൽ തന്നെ ഈ പെയിൻ സ്റ്റാർട്ട് ചെയ്യും, തീവ്രത കൂടി വരും. അതിന് നമ്മൾ സാധാരണ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയും. ഇതിന് ചിലപ്പോൾ രോഗലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇനീഷ്യലി വരുന്ന, അതായത് ഗർഭപാത്രത്തിൻ്റെ വായായ സെർവിക്സിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് നെർവ് എൻഡിങ്സ് എന്ന് പറയും. അതായത് അതിന് സപ്ലൈ ചെയ്യുന്ന പെയിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള നെർവ്സിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം ഈ പെയിൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഡിസ്മെനോറിയ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറിനെ കണ്ട് ഒരു ഇവാലുവേഷൻ നടത്തണം. പക്ഷേ സാഡ്ലി പ്രൈമറി ഡിസ്മെനോറിയയിൽ നമുക്ക് വേറെ ഇവാലുവേഷൻ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ ചിലപ്പോൾ ഇനീഷ്യലി പെയിൻ ഇല്ല, പിന്നീടാണ് പെയിൻ വരുന്നതെങ്കിൽ അതിനാണ് സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അതായത് ഏജ് കൂടുന്തോറും എന്തെങ്കിലും ഡിസീസ് പ്രോസസ്സ് കാരണമാണ് ഈ സാധാരണ പെയിൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവാലുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഡിസീസ് പ്രോസസ്സ് കാണാം. അപ്പോൾ നമുക്ക് ആകെ പറയാനുള്ളത് പെയിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആസ് എ തമ്പ് റൂൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 6 months എങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരിക്കുക. ഇഫ് നോട്ട് 6 months അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ എങ്കിലും കണ്ടിരിക്കുക. എന്തെങ്കിലും സൈലൻ്റ് ആയിട്ടുള്ള പ്രോസസ്സോ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഡിസ്മെനോറിയ അഥവാ പീരീഡ്സ് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ടാബ്ലറ്റ്സിൽ അത് ഒതുങ്ങുന്നില്ല, ഇല്ലെങ്കിൽ കൂടെ അത് കൂടി വരുന്നു. അതായത് ഈച്ച് സൈക്കിളിൽ ഡിസ്മെനോറിയ കൂടി വരുന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങോ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ്സ് ആണ്. ഡെഫിനറ്റ് ആയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ ഇമീഡിയറ്റ് ആയിട്ട് കണ്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് പെൽവിസ് ഏരിയയിൽ മാത്രമാണോ അതോ വേറെ ഓർഗൻസിലേക്കൊക്കെ ഇത് പടരാൻ സാധ്യതയുണ്ടോ? ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വരുന്ന എൻഡോമെട്രിയം. ഈ ഗർഭപാത്രത്തിൻ്റെ പുറമെ ബോഡിയിൽ എവിടെ വന്നു കഴിഞ്ഞാലും ആ കണ്ടീഷനെ നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും കോമൺ സൈറ്റ് എന്ന് പറയുന്നത് അണ്ഡാശയം അഥവാ ഓവറിയിലാണ്. പിന്നെ ഫെലോപ്പിയൻ ട്യൂബിൽ വരാം, പിന്നെ കുഴലിൽ വരാം. ഇത് കൂടാണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സൈറ്റ്സിൽ വരാം. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ സിസേറിയൻസ് ഒക്കെ കൂടി വരുന്നതുകൊണ്ട് സിസേറിയൻ സ്കാർ സൈറ്റിൽ ഒരുപാട് എൻഡോമെട്രിയോസിസ് വരുന്നുണ്ട്. പിന്നെ ചില റെയർ കണ്ടീഷൻസിൽ ലിവർ, ലങ്സ് ആൻഡ് ഈവൻ ബ്രെയിനിൽ വരെ എൻഡോമെട്രിയോട്ടിക് ടിഷ്യൂ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഒരിക്കലും പെൽവിസിലേക്ക് റെസ്ട്രിക്റ്റഡ് ആവണമെന്നില്ല. ബട്ട് കോമൺ സൈറ്റ് പെൽവിസ് ആണ്. അത് ബോഡിയിൽ എവിടെ വേണമെങ്കിലും എൻഡോമെട്രിയോസിസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. ഇപ്പം എൻഡോമെട്രിയോസിസ് ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, അല്ലാതെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഏതാണ് ഉചിതം? എൻഡോമെട്രിയോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സർജിക്കൽ ട്രീറ്റ്മെൻറ്റും കോമ്പിനേഷനാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ് ഒരു വൺ ടൈം പ്രോബ്ലം അല്ല. ഇത് ഒരു കണ്ടിന്യൂസ് ഫിനോമിനനാണ്. ഇതൊരു റിക്കറൻറ്റ് ഫിനോമിനനാണ്. പേഷ്യൻറ്റിന് എന്താണോ സിംറ്റംസ് ഇല്ലെങ്കിൽ എന്താണോ ട്രീറ്റ്മെൻറ്റ് ഗോൾ, ചിലവർക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രം, അതായത് അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കൊടുക്കുക. ചിലവർക്ക് ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും ഇഷ്യൂ, അപ്പോൾ ഒരു പ്രഗ്നൻസി അച്ചീവ് ചെയ്യണം, അപ്പോൾ അതിനെ ടാർഗറ്റഡ് ആയിട്ട് ആയിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ എപ്പോഴും അസസ് ചെയ്യുക എന്താണ് അവരുടെ സിംറ്റം, എന്താണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഗോൾ, ഇതിനെ ബേസ് ചെയ്തായിരിക്കും എപ്പോഴും മെഡിക്കലാണോ സർജിക്കലാണോ എന്ന് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ എപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ആവാനുള്ള ചാൻസ് ഇല്ല. നമുക്ക് ഒരു പരിധി വരെ അതിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാം, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും അത് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്ത് നോർമലാക്കാൻ പറ്റുന്ന കാര്യം സംശയമാണ്. സോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സർജിക്കൽ ട്രീറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു കോമ്പിനേഷനിലൂടെ മാത്രമേ നമുക്ക് എൻഡോമെട്രിയോസിസിനെ ട്രീറ്റ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. എൻഡോമെട്രിയോസിന് സർജറി ആവശ്യമാണെങ്കിൽ ഏറ്റവും നല്ല സർജിക്കൽ അപ്രോച്ച് എന്തായിരിക്കും? എൻഡോമെട്രിയോസിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ മിനിമലി ഇൻവേസീവ് സർജറി, അതായത് കീ ഹോൾ സർജറിയാണ് ഏറ്റവും ആപ്റ്റ് ഇല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇന്ന് പിന്നെ റോബോട്ടിക്സും കൂടെ വന്നതുകൊണ്ട് മിനിമലി ഇൻവേസീവിൽ നമുക്ക് ലാപ്രോസ്കോപ്പി മാത്രമല്ല റോബോട്ടിക് ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റ്സിലെല്ലാം എത്രത്തോളം വിഷൻ, നമുക്ക് 3x മാഗ്നിഫൈഡ് വിഷൻ ആയിരിക്കും, 3D വിഷൻ കിട്ടും. നമുക്ക് ആ സ്പേസസിനെ ഡിസെക്റ്റ് ചെയ്യാനും അസസ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ എത്രത്തോളം സുപ്പീരിയർ ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഓപ്പൺ സർജറിയിലൂടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷനെ മറികടന്ന് നമുക്ക് പല കാര്യങ്ങളും എൻഡോമെട്രിയോസിസിൽ കീ ഹോൾ സർജറിയിലൂടെ അഥവാ മിനിമലി ഇൻവേസീവ് സർജറിയിലൂടെ നമുക്ക് സാധിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു സർജിക്കൽ ഒരു സംഭവമൊക്കെ നമ്മൾ കഴിഞ്ഞു, അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്നിരിക്കുക, അയാൾക്ക് പിന്നെയും ഇത് വരാനുള്ള സാധ്യതകളുണ്ടോ? ഇപ്പോൾ എൻഡോമെട്രിയോസിസിൻ്റെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒന്ന് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, ഒന്ന് ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ
ഫാമിലി കംപ്ലീറ്റ് അല്ല, ഇല്ലെങ്കിൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ വളരെ യങ് ഏജ് ആണ്, അങ്ങനത്തെ ആൾക്കാരിൽ നമുക്ക് ഈ മിനിമലി ഇൻവേസീവ് സർജറിയിലൂടെ നമ്മുടെ എൻഡോമെട്രിയോട്ടിക് ലീഷൻസ് എല്ലാം മാറ്റി, ഒട്ടലുകളെല്ലാം മാറ്റി നീക്കി നമ്മൾ നോർമൽ അനാറ്റമി റീസ്റ്റോർ ചെയ്യാനാണ് ട്രൈ ചെയ്യാറ്. ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ എപ്പോഴും ഒരു കോഷൻ നോട്ടായിട്ട് പറയുന്നത് എൻഡോമെട്രിയോസിസ് ഒരു കണ്ടിന്യൂസ് ഫിനോമിനൻ ആണ്, ഒരു റിക്കറൻറ്റ് ഡിസീസാണ്. അപ്പോൾ ഇത് സർജറി കഴിഞ്ഞാൽ ഇതിനെ ഒരു 100% സൊല്യൂഷൻ അല്ല, ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ആഡ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും വേണ്ടി വരും, പിന്നെ ആഡ് ഓൺ സർവൈലൻസും കൂടെ വേണ്ടി വരും. രണ്ടാമത്തെ തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയുന്നത് ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഫാമിലി എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ പ്രഗ്നൻസിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇനി ആഗ്രഹിക്കുന്നില്ല, അഡ്വാൻസ്ഡ് ഏജ് ആണ്, അങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ ഫൈനലി എൻഡപ്പ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക് ഓർഗൻസ് ആയുള്ള യൂട്രസും ഓവറിയും അതിൻ്റെ കൂട്ടത്തിലുള്ള എൻഡോമെട്രിയോട്ടിക് ഡെപ്പോസിറ്റ്സോ ഒട്ടലുകളോ എന്താണോ അത് നമ്മൾ കംപ്ലീറ്റ് ഒരു ക്യാൻസർ സർജറി പോലെ തന്നെ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് നീക്കുക ചെയ്യുക. ഇങ്ങനത്തെ ആൾക്കാരിൽ എൻഡോമെട്രിയോസിസ് റിക്കർ ചെയ്യാൻ വളരെ റെയർ ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ സീറോ പോസിബിലിറ്റി. അവരിലും മൈന്യൂട്ട് പോസിബിലിറ്റി ഓഫ് റിക്കറൻസ് സ്റ്റിൽ കാണാറുണ്ട്. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? എൻഡോമെട്രിയോസിൻ്റെ എക്സാക്ട് കോസ് നമുക്കൊരു പിൻ പോയിന്റ് ചെയ്യാൻ ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എൻഡോമെട്രിയോസിന് ഒരുപാട് തിയറീസ് ഉണ്ട്, ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറീസ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു തിയറിക്ക് തന്നെ എല്ലാ പോസിബിലിറ്റീസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു തിയറിയാണ് റെട്രോഗ്രേഡ് മെൻസ്ട്രേഷൻ തിയറി എന്ന് പറയും. അതായത് മെൻസസിൻ്റെ സമയത്ത് എൻഡോമെട്രിയം അഥവാ ബ്ലഡ് പുറത്തേക്ക് വരുമല്ലോ, അതേപോലെ ചെറിയൊരു അംശം ബ്ലഡ് ഫെലോപ്പിയൻ ട്യൂബ് വഴി വയറിൻ്റെ അകത്തേക്കും പോകും. ഇതെല്ലാം സാധാരണ എല്ലാ സ്ത്രീകളിലും നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ബ്ലഡ് അകത്തേക്ക് പോകുമ്പോൾ ഇൻ അഡീഷൻ ടു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, മേ ബി ഹോർമോണൽ എക്സസ് ആവാം, ഇല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ആവാം, അതെല്ലാം കാരണം ഈ ബ്ലഡ് അവിടെ പോയി ഡെപ്പോസിറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആവാണ്. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആക്സെപ്റ്റഡ് തിയറീസ് ഓഫ് എൻഡോമെട്രിയോസിസ്. പക്ഷേ ഇത് ഫാർ സൈറ്റ്സിൽ എങ്ങനെ എൻഡോമെട്രിയോസിസ് ഉണ്ടാവണം, ഫോർ എക്സാമ്പിൾ സിസേറിയൻ സ്കാർ സൈറ്റിൽ വരുന്ന എൻഡോമെട്രിയോസിസ്, ഇല്ലെങ്കിൽ ലിവറിൽ വരുന്ന എൻഡോമെട്രിയോസിസ്, ബ്രെയിനിൽ വരുന്ന എൻഡോമെട്രിയോസിസ്, ഇതിനെയൊന്നും ഈ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേറെ മെറ്റാസ്റ്റേറ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലഡ് സ്ട്രീമിൽ കൂടെ തന്നെ ഈ എൻഡോമെട്രിയം സഞ്ചരിച്ച് ആ സൈറ്റിൽ പോയി ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഈ എൻഡോമെട്രിയോസിസ് ഉണ്ടാവണമെന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും 6 to 10 തിയറീസ് ഉണ്ട്. 1-2 മോസ്റ്റ് കോമൺലി ആക്സെപ്റ്റഡ് തിയറീസ് ഇതാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം, അതായത് നമ്മൾ 1960s 70s വെച്ച് കമ്പയർ ചെയ്തപ്പോൾ 2020 വരുമ്പോഴത്തേക്കും എൻഡോമെട്രിയോസിസ് ഇൻസിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ജനറ്റിക് കോമ്പണൻറ്റും അതിന് ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ്ലി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറേ ചേഞ്ചസ് കാരണം ഡെഫിനറ്റ് ആയിട്ട് ഇതിനെ ഹോർമോണൽ എക്സസിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും നമുക്ക് അതിന് എക്സാക്ട് കോസ് എന്താണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം എൻഡോമെട്രിയോസിൻ്റെ ഇപ്പോൾ രോഗലക്ഷണങ്ങളൊക്കെ കഠിനമാണെങ്കിൽ നമുക്ക് രോഗവും കഠിനമാണ് എന്നാണോ അർത്ഥം? എൻഡോമെട്രിയോസിൽ ഒരിക്കലും നമുക്കതങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചില സ്ത്രീകളിൽ വളരെ ഏർലി സ്റ്റേജ് എൻഡോമെട്രിയോസിസിലും നമുക്ക് എന്തൊക്കെ ഇവാലുവേഷൻ ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കാൻ ചെയ്താലും ഇല്ലെങ്കിൽ MRI ചെയ്ത് കഴിഞ്ഞാലും വലിയ ലീഷൻസോ വ്യാപ്തിയോ ഒന്നും കാണില്ല. പക്ഷെ അവരുടെ സിംറ്റംസ് വളരെ സിവിയർ ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ചിലവരിൽ ഒരുപാട് ലീഷൻസ് ഉണ്ടെങ്കിലും ഇത് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിരിക്കും. വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി സ്കാൻ ചെയ്യുകയോ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ചില സ്ത്രീകൾ വരും 2 ഓവറിയിലും 10x10 സെൻറ്റിമീറ്റർ സിസ്റ്റൊക്കെ ആയിട്ട് വരും. പക്ഷെ അവർക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ആകെ വരുന്ന പ്രശ്നം ഒരു ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ ദഹനക്കേട്, ഇല്ലെങ്കിൽ ഒരു അസ്വസ്ഥത, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു സ്കാൻ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ വലിയ സിസ്റ്റ് കാണുന്നത്. മറിച്ച് ഇതേപോലെ ചിലവർക്ക് സിവിയർ ആയിട്ടുള്ള മെൻസസ് പെയിൻ വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ വാല്യുവേഷൻ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും കാണില്ല. ഇവരിലൊക്കെ വേറൊരു എന്തെങ്കിലും കാരണത്തിന് വേണ്ടി ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ നമുക്ക് ചെറിയ ചെറിയ സ്പോട്ട്സോ ലീഷനോ അല്ലെങ്കിൽ നെർവ് എഫക്റ്റിനൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതൊരിക്കലും കോറിലേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പാരഡോക്സിക്കലായിട്ടും വരാം. ഓക്കെ, ഇപ്പം എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർ തന്നെയാണോ എല്ലാവരും? എൻഡോമെട്രിയോസിലുള്ള ആൾക്കാരിൽ എപ്പോഴും ഇൻഫെർട്ടിലിറ്റിൻ്റെ ചാൻസസ് ഹയർ ആയിരിക്കും. പക്ഷേ എൻഡോമെട്രിയോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100% ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് ഗ്രേഡിങ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ലീഷൻസിൻ്റെ വ്യാപ്തിയും സൈസും ലൊക്കേഷനും എല്ലാം അനുസരിച്ച് നമുക്കിതിൻ്റെ ഗ്രേഡ് 1, 2, 3, 4 എന്ന് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ഗ്രേഡ് കൂടുന്നോ ഇൻഫെർട്ടിലിറ്റിൻ്റെ ചാൻസസ് ഹയർ ആയിരിക്കും. ഈ എൻഡോമെട്രിയോസിസിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ
ഈ പെൽവിസിലെ അനാറ്റമി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ ബേസിക്കലി എല്ലാ ഓവുലേഷൻ സൈക്കിളിൽ പറ്റുന്നതെന്ന് വെച്ചാൽ അണ്ടാശയത്തിൽ നിന്ന് ഫോളിക്കിൾ ഡെവലപ്പായി വലുതായി അത് പൊട്ടിയാണ് അണ്ടം പുറത്തു വരുന്നത്. ഈ പുറത്തു വരുന്ന അണ്ടം സ്വാഭാവികമായിട്ട് ഫലോപ്പിയൻ ട്യൂബിൻ്റെ കൈകൾ, അതായത് ഫിംബ്രിയ എന്ന് പറയും. ഈ ഫിംബ്രിയ ഇതിനെ സക്ക് ചെയ്ത് അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് ഫലോപ്പിയൻ ട്യൂബിലേക്ക് ഈ അണ്ടത്തിനെ വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു നാച്ചുറൽ പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അനാറ്റമി നോർമൽ ആയിരിക്കണം, ഒരു തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ പാടില്ല, ഈ പ്രോസസ്സ് എല്ലാം നോർമലായിട്ട് നടക്കണം. പക്ഷേ എൻഡോമെട്രിയോസിസിൽ പെൽവിക് അനാറ്റമി ഓൾട്ടേർഡ് ആയിരിക്കും, കുറേ തരം ഒട്ടലുകൾ ഉണ്ടാവും. ആൻഡ് ഈവൻ ദിസ് എഗ്, ഈ അണ്ടം പുറത്ത് വന്നാൽ തന്നെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കാരണം സർവൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ റീസൺസ് എല്ലാം കാരണമാണ് എപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഹയർ ആയിട്ട് നിൽക്കുന്നത് എൻഡോമെട്രിയോസിസിലും. ഗ്രേഡ് എത്രത്തോളം കൂടുന്നോ ഉള്ളിലത്തെ പെൽവിക് ലീഷൻസിൻ്റെ സിവിയറിറ്റിയും ഹയർ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റീൻ്റെ ചാൻസസും അത്ര തന്നെ കൂടും. ഓക്കെ. ഇപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾ ഇപ്പോൾ ഒരു ജീവിതശൈലിയൊക്കെ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും അതൊന്ന് കുറയാനോ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് മറികടക്കാൻ സാധിക്കുമോ? എൻഡോമെട്രിയോസിസിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡെഫിനറ്റ് ആയിട്ട് അത്യാവശ്യമാണ്. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് മാത്രം ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ ഇതിൻ്റെ ഗ്രോത്ത് ഇല്ലെങ്കിൽ പ്രോഗ്രസ്സിനെ നമുക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇല്ല ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ഫലിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതില്ല സർജറി കഴിഞ്ഞിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്കറൻസ് കുറച്ചും കൂടി ഡിലേ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ആസ് എ തമ്പ് റൂൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡെഫിനറ്റ് ആയിട്ട് വേണ്ടി വരും. ബട്ട് ഓൺലി വിത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഓക്കെ. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് IVF മാത്രമാണോ ഒരു സൊല്യൂഷൻ? ഇല്ല, എൻഡോമെട്രിയോസിസ് ഉള്ളപ്പോൾ എപ്പോഴും ഇൻഫെർട്ടിലിറ്റി ചാൻസസ് ഹയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻഫെർട്ടിലിറ്റി ചാൻസസും അതിന് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ നമുക്ക് എപ്പോഴും അതിൻ്റെ ഗ്രേഡിങ് ചെയ്യേണ്ടി വരും. ഗ്രേഡിങ് സാധാരണ ചെയ്യുന്നത് ഒന്ന് അൾട്രാസൗണ്ടും MRI ചെയ്ത് നമ്മൾ ആദ്യം ലോക്കലൈസ് ചെയ്തിട്ട് ഫൈനൽ ഗ്രേഡിങ് നമ്മൾ ഡിസൈഡ് ചെയ്യുക കീ ഹോൾ സർജറി അഥവാ മിനിമലി ഇൻവേസീവ് സർജറി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ലീഷൻ്റെ സൈസും ലൊക്കേഷനും എത്രത്തോളം ഡാമേജ് ഉണ്ടെന്ന് ബേസ് ചെയ്ത് നമ്മൾ ഗ്രേഡിങ് ചെയ്യും. അപ്പോൾ ഈ ഗ്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഗ്രേഡ് 1 or 2 ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ്ലി IUI അഥവാ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ട്രീറ്റ്മെൻറ്റിലൂടെ പ്രഗ്നൻസി കൺസീവ് ചെയ്യാൻ പറ്റും. ബട്ട് ഗ്രേഡ് 3 or 4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അവരോട് സജസ്റ്റ് ചെയ്യുക IVFലേക്ക് പോകുമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഹയർ ചാൻസ് ഓഫ് കൺസെപ്ഷൻ അതിലായിരിക്കും. മെനോപോസിന് ശേഷം എൻഡോമെട്രിയോസിസ് ഒരു കണ്ടീഷൻ പൂർണ്ണമായിട്ടും ഭേദമാവുമോ? പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം വെച്ചാൽ മെനോപോസ് വരെയാണ് ഹോർമോണൽ സ്റ്റിമുലേഷൻ ഉള്ളത്, ഹോർമോൺസ് മെനോപോസ് കഴിഞ്ഞ് ഒരുപാട് ഇടിഞ്ഞു പോകുന്നത് കൊണ്ട് എൻഡോമെട്രിയോസിസിൻ്റെ ഗ്രോത്ത് വരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ തിയറീസൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മെനോപോസ് കഴിഞ്ഞാലും ഒവേറിയൻ സോഴ്സ് ആയിട്ടുള്ള ഈസ്ട്രോജൻ കുറയുന്നു എന്ന് സത്യമാണ്. പക്ഷെ അതുകൂടാണ്ട് ബോഡിയിൽ വിസറൽ ഫാറ്റിൽ നിന്നും മറ്റ് ലൊക്കേഷനിൽ നിന്നും വരുന്ന ഹോർമോൺ സോഴ്സിനെ ഈ എൻഡോമെട്രിയോട്ടിക് ലീഷൻസിനെ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഇന്നിപ്പോൾ പല ആൾക്കാരിലും ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഒരുപാട് കൂടിയിട്ടുണ്ട്, പിന്നെ മെനോപോസിൻ്റെ ഏജും ഒരുപാട് അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടറിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നെ പേഴ്സണലി 60-70 വയസ്സായിട്ടുള്ള സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ലീഷൻസ് ഡെഫിനറ്റ് ആയിട്ട് ചിലപ്പോൾ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യായിരിക്കാം, കുറച്ച് ലീഷൻസ് ഡ്രൈ ആയേക്കാം. പക്ഷേ ഹോർമോണൽ സ്റ്റിമുലേഷൻ എത്രത്തോളം കാലമുണ്ടോ, അത് ഒവേറിയൻ ഹോർമോൺസ് തന്നെ ആവണമെന്നില്ല, എന്ത് രീതിയിലുള്ള ഹോർമോൺ സ്റ്റിമുലേഷനും ഉണ്ടെങ്കിൽ എൻഡോമെട്രിയോട്ടിക് ലീഷൻസ് നിലനിൽക്കാനോ അല്ലെങ്കിൽ വളരാനോ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ മെനോപോസ് കഴിഞ്ഞ് ഇപ്പോൾ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ HRT എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ഹോർമോണാണ്. ചിലവർക്ക് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ കൊടുക്കും. അപ്പോൾ ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കുന്ന ആൾക്കാരിൽ നേരത്തെ ഹിസ്റ്ററി ഓഫ് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം, വളരെ കെയർഫുള്ളായിട്ട് അസസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവൂ. അതിൻ്റെ ഇവാലുവേഷനും പ്രോഗ്രസ്സും നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അതെങ്ങനെയാണ് അപ്പോൾ ഡിസൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ എൻഡോമെട്രിയോസിൻ്റെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് എങ്ങനെയാണ്, അത് സിവിയർ ആണോ മൈൽഡ് ആണോ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ലീഷൻ സൈസ് എങ്ങനെയാണ്, പിന്നെ മൂന്നാമത്തത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഗോൾ എന്താണ്, വെറും സിംറ്റം കൺട്രോൾ മാത്രമാണോ അതോ ഫെർട്ടിലിറ്റി ഇഷ്യൂ ആണോ, ഇതിനെ ബേസ് ചെയ്ത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈൽഡാണ്, ലീഷൻ സൈസ് വളരെ ചെറുതാണ്, ഇമീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഫെർട്ടിലിറ്റി ഗോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബട്ട് വെരി സിവിയർ സിംറ്റംസ് ആണ്, അതില്ല ലീഷൻ സൈസൊക്കെ ഒരുപാട് വലുതാണ്, ഇല്ല ഇമീഡിയറ്റ് ആയിട്ട് നമ്മളൊരു ഫെർട്ടിലിറ്റി സ്റ്റേറ്റസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിഫറബിളി നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്തിട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഡോക്ടർ, ഏത് ഒരു ഏജ് ആയിരിക്കും സർജറി ചെയ്യാൻ ഐഡിയൽ? നമുക്കിതിനൊരു ഐഡിയൽ ഏജ് എന്ന് പറയാനില്ല. നമുക്കിപ്പോൾ സർജറി
നമ്മുടെ സിംറ്റം സിവിയറിറ്റി ഇല്ലെങ്കിൽ ലീഷൻ സൈസും ഇല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും സിവിയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ പതുക്കെ പുഷ് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സർജറിയിൽ ഫസ്റ്റ് സർജറി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫെർട്ടിലിറ്റി ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന സമയം അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന സർജറി ആയിരിക്കും ബെസ്റ്റ് സർജറി. അത് ചെയ്ത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി വിത്തിൻ 3 to 6 months കൺസീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും ഐഡിയൽ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിതിനെ പുഷ് ഫോർവേഡ് ചെയ്തിട്ട് ക്ലോസ് ടു ഫെർട്ടിലിറ്റി ഇല്ലെങ്കിൽ പ്രഗ്നൻസി ഗോളിൻ്റെ അടുത്തേക്ക് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ പെൽവിസിൽ വരാൻ പോണ ഒട്ടലുകളും ബാക്കി കാര്യങ്ങളും പിന്നീട് എപ്പോഴും കുറേ കൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും റിക്കറൻറ്റ് സർജറി അല്ലെങ്കിൽ റിപ്പീറ്റഡ് സർജറി ഫസ്റ്റ് സർജറിനെക്കാട്ടിലും കോംപ്ലിക്കേറ്റഡും ആയിരിക്കും, അതിൻ്റെ റിസൾട്ട്സ് അത്രത്തോളം നല്ലതും ആയിരിക്കില്ല. ഡോക്ടർ, എൻഡോമെട്രിയോസിസിനുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരുവാണോ? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫോളോ അപ്പ് ആവശ്യമുണ്ടോ? നമ്മളെല്ലാ പേഷ്യൻ്റെയും എൻഡോമെട്രിയോസിസ് സർജറിക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൗൺസിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിസീസ് പ്രോസസ്സാണ്. ഇതിന് ഒരുപാട് റിക്കറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. വിത്തിൻ 3 to 4 years ഈവൺ ആഫ്റ്റർ സർജറി ഇതിനൊരു 40 to 50% റിക്കറൻസ് ചാൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇമീഡിയറ്റ് പോസ്റ്റ് സർജിക്കൽ ഫേസിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ട് വേണ്ടി വരും, അറ്റ്ലീസ്റ്റ് ഫോർ 3 to 6 months. അത് കഴിഞ്ഞിട്ടും നമ്മൾ അതിൻ്റെ സിംറ്റം സിവിയറിറ്റിയും ട്രീറ്റ്മെൻറ്റ് ഗോളിനെ ബേസ് ചെയ്താണ് പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. പക്ഷേ സർജറി കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് എവറി 6 months അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ അറ്റ്ലീസ്റ്റ് ബെയർ മിനിമം സർവൈലൻസ് ഫോളോ അപ്പ് ഇവർക്ക് വേണ്ടി വരും. ബിക്കോസ് എൻഡോമെട്രിയോസിസിൽ ഹൈ ചാൻസ് ഓഫ് റിക്കറൻസ് ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ, ഒരാൾക്ക് തന്നെ പല തവണ സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇതിൽ സാധാരണ പറ്റാന്ന് വെച്ചാൽ ഇപ്പോൾ എൻഡോമെട്രിയോസിന് ഒരു പ്രാവശ്യം സർജറി ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി അതിന് പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ പേഷ്യൻ്റ് എപ്പോഴും ഡോക്ടറിനെ അല്ലെങ്കിൽ സർജനെ ബ്ലെയിം ചെയ്തുള്ളൂ. അതായത് ഇൻകംപ്ലീറ്റ് സർജറി ചെയ്തു എന്ന് പറയും. പക്ഷെ എൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര കംപ്ലീറ്റ് അല്ലെങ്കിൽ എത്ര നിയർ പെർഫെക്റ്റ് സർജറി ചെയ്ത് കഴിഞ്ഞാലും എൻഡോമെട്രിയോസിസ് റിക്കർ ചെയ്യാൻ ഹൈ പോസിബിലിറ്റിയാണ്. വിത്തിൻ 3 to 4 years അത്യാവശ്യം 40 to 50% റിക്കറൻസ് ചാൻസസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും അപ്പോൾ ഒരു സർജറി ഒരു ഡോക്ടറിൻ്റെ അടുത്താണെങ്കിൽ അടുത്ത സർജറി വേറൊരു ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും, പിന്നെ മൂന്നാമത്തെ സർജറി വേറൊരു ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സർജറി കൂടുന്തോറും ആ സർജറീൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ നോർമൽ അനാറ്റമി റിസ്റ്റോർ ചെയ്ത് പിന്നെ തിരിച്ച് വീണ്ടും ഒട്ടലുകൾ വരും, പിന്നെ തിരിച്ചതിൻ്റെ നോർമലിലേക്ക് മാറ്റി പിന്നെ തിരിച്ച് ഒട്ടലുകൾ വരുമ്പോഴത്തേക്കും സാധാരണ ഈ സർജൻസിൻ്റെ ഗ്രേഡും എക്സ്പീരിയൻസും അതുപോലെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനീഷ്യലി ഒരു സർജൻ ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സർജറി വേറെ ഏതെങ്കിലും കുറച്ചും കൂടി എക്സ്പീരിയൻസ് സർജൻ ആയിരിക്കും, പിന്നെ അവസാനം ഒരു എത്തിപ്പെടുന്ന സാധാരണ ഒരു സ്പെഷ്യലിസ്റ്റ് എൻഡോമെട്രിയോട്ടിക് ലാബ് സർജൻ്റെ അടുത്തായിരിക്കും വന്ന് പെടുന്നുണ്ടാവുക. എൻ്റെ കരിയറിൽ തന്നെ പല പേഷ്യൻസിനെ ഇപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ഇപ്പോൾ 3rd or 4th സർജറി ആയിരിക്കും ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടാവും അവരുടെ. പിന്നെ എൻ്റെ തന്നെ പേഷ്യൻസ് ഞാൻ ചിലപ്പോൾ 2 or 3 സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വിത്തിൻ എ സ്പാൻ ഓഫ് 5 years. അപ്പോൾ എൻഡോമെട്രിയോസിസിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും റിക്കറൻസ് ആക്സെപ്റ്റഡ് ആണ്, കോമണും ആണ്. അത് പേഷ്യൻസിന് ഡീറ്റെയിൽ ആയിട്ട് കൗൺസിൽ ചെയ്തിട്ടും വേണം അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും. പലപ്പോഴും നമുക്ക് റിപ്പീറ്റ് സർജറിയും ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഡോക്ടർ, എൻഡോമെട്രിയോസിസ് എന്തെല്ലാം രീതിയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാം? ഇൻഫെർട്ടിലിറ്റിക്ക് എൻഡോമെട്രിയോസിസിൽ ഒരുപാട് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസിൽ ഡിസ്പെറൂണിയ അഥവാ ബന്ധപ്പെടുന്ന സമയത്ത് തീവ്രമായിട്ടുള്ള വേദന വരാം. അപ്പോൾ ഇത് തന്നെ ഒരു കാരണം അവർ ബന്ധപ്പെടാണ്ടിരിക്കാൻ വേണ്ടി പോസിബിളാണ്. ഇപ്പോൾ ബന്ധപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസും കുറവാണ്. ഇത് തന്നെ ഒരു വളരെ പ്രൈമറി ഫാക്ടറാണ്. രണ്ടാമത്തെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്പെറൂണിയ അതായത് ഇൻ്റർകോഴ്സിന് സമയത്തുള്ള പെയിൻ ഇല്ലയെന്ന് വിചാരിച്ചോട്ടെ, ബന്ധപ്പെട്ടു എന്നും വിചാരിച്ചോട്ടെ. ഇതിൽ അടുത്തൊരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ ഈ ലേഡീസിൽ ഒവേറിയൻ റിസർവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരു കുട്ടി ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ലൈഫ് സ്പാനിൽ എത്രത്തോളം അണ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രീ ഡിഫൈൻഡ് ആണ്. അത് യൂഷ്വലി ഒരു 400 to 500 ആണ് എഗ്സ്. അതായത് എല്ലാ മാസം ഓരോ എഗ്ഗ് റിലീസ് ചെയ്യുന്നു. അതങ്ങനെ ഒരു ലൈഫ് സ്പാനിൽ ഫ്രം 15 years of age to 45 years of age അല്ലെങ്കിൽ 50 years of age എത്രത്തോളം റിലീസ് ചെയ്യാൻ പറ്റുന്നത് ഫിക്സ്ഡ് ആണ്. പക്ഷേ എൻഡോമെട്രിയോസിസിൽ വരുന്നൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻഡോമെട്രിയോസിസ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഓവറീസ് അഥവാ അണ്ടാശയത്തിലാണ്. അപ്പോൾ അവിടെ വരുന്ന സിസ്റ്റോ കളക്ഷനോ എല്ലാം ഈ ഒവേറിയൻ റിസർവിന് കുറയ്ക്കാനുള്ള കാരണമാണ്. ഈ എൻഡോമെട്രിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. ചോക്ലേറ്റ് ഫ്ലൂയിഡ് ആണ്. ബേസിക്കലി ഇത് ബ്ലഡ് ആണ്, ക്ലോട്ടഡ് ബ്ലഡ് ആണ്. ഈ ബ്ലഡ് ഇസ് ഹൈലി പോയ്സണസ് ടു ദ ഓവറി ഇല്ലെങ്കിൽ എഗ്ഗ്.
അപ്പോൾ ഈ സിസ്റ്റ് ഇല്ലെങ്കിൽ ഈ ലീഷൻസ് ഓവറിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒവേറിയൻ റിസർവ് കാലക്രമേണ ഫോൾ ചെയ്ത് വരും. അത് നെക്സ്റ്റ് പോസിബിൾ റീസൺ ഫോർ ഇൻഫെർട്ടിലിറ്റി. ഓക്കെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മാസവും ആ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പാരലായിട്ട് ഓവുലേഷൻ സൈക്കിൾ നടക്കുന്നുണ്ട്. അതായത് മിഡ് മെൻസ്ട്രൽ സൈക്കിൾ, അത് 14-15 ദിവസം ഓവുലേഷൻ നടക്കുന്നു. ഫോളിക്കിൾ ഗ്രോ ചെയ്ത് വലുതായിട്ട് ഒരു വലിയ ഫോളിക്കിളായിട്ട് പൊട്ടി അതിൽ നിന്ന് അണ്ടം പുറത്തു വരും, അണ്ടാശയത്തിൽ നിന്ന്. ഈ അണ്ടമാണ് ഫെലോപ്പിയൻ ട്യൂബ് അതിൻ്റെ കൈകൾ വെച്ച്, അതിൻ്റെ പേരാണ് ഫിംബ്രിയ യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ് സക്ക് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അണ്ടത്തെയാണ് ബീജം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നടക്കണമെങ്കിൽ ഓവറി നോർമലായിരിക്കണം, ഫെലോപ്പിയൻ ട്യൂബ് അനാറ്റമി നോർമലായിരിക്കണം, ഈ ഫെലോപ്പിയൻ ട്യൂബും ഓവറിയും തമ്മിലുള്ള ഇൻ്റർ റിലേറ്റഡ് അനാറ്റമി എല്ലാം നോർമലായിരിക്കണം. പക്ഷെ എൻഡോമെട്രിയോസിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒട്ടലുകൾ കാരണം, ഇല്ലെങ്കിൽ ഓവറിൽ വരുന്ന സിസ്റ്റ് കാരണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ഫെലോപ്പിയൻ ട്യൂബിൽ വരുന്ന എൻഡോമെട്രിയോസിസ് എല്ലാം കാരണം ഈ കംപ്ലീറ്റ് റിലേഷൻഷിപ്പും അനാറ്റമിയും എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അണ്ടം പൊട്ടി പുറത്ത് വരില്ല, ഇല്ലെങ്കിൽ അണ്ടം പൊട്ടി പുറത്ത് വന്നാലും ചിലപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിനെ അതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് അത് എടുത്തു കഴിഞ്ഞാലും ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലമേഷനും മറ്റേ കാര്യങ്ങളെല്ലാം അത് കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതർ ആഡഡ് കോസ് ഫോർ ഇൻഫെർട്ടിലിറ്റി. ഇതെല്ലാം വെച്ച് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴത്തേക്കും എൻഡോമെട്രിയോസിസിൽ ഇൻഫെർട്ടിലിറ്റിൻ്റെ ചാൻസ് വളരെ ഹൈ ആണ്. ഡോക്ടർ, ഈ മെനോപോസ് കഴിഞ്ഞാലും എൻഡോമെട്രിയോസിസ് വരുമോ? മെനോപോസ് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് എൻഡോമെട്രിയോസിസ് വരാൻ പോസിബിലിറ്റി കുറവാണ്. ബട്ട് എക്സിസ്റ്റിംഗ് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലീഷൻസ് ഉള്ള പേഷ്യൻസിലാണെങ്കിൽ പണ്ടത്തെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ മെനോപോസ് ആയിക്കഴിഞ്ഞാൽ ഓവറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹോർമോൺ സോഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ എൻഡോമെട്രിയോസിസ് ഗ്രോ ചെയ്യുന്നില്ല, താനെ അത് റിഗ്രസ് ചെയ്ത് ഇല്ലെങ്കിൽ അതിൻ്റെ ലീഷൻ സൈസ് കുറഞ്ഞ് ഡ്രൈ അപ്പ് ചെയ്ത് ഈ ഡിസീസ് ഡിസപ്പിയർ ആവുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പണ്ടൊരു കാലം എന്ന് പറഞ്ഞാൽ മെനോപോസ് കുറച്ചും കൂടെ നേരത്തെ ആവുമായിരുന്നു, ലൈഫ് എക്സ്പെക്റ്റൻസി കുറച്ചും കൂടെ കുറവായിരുന്നു. അപ്പോൾ ഇതൊന്നും റിസർച്ച് ചെയ്യാനോ അസസ് ചെയ്യാനോ എന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മെനോപോസ് ഡിലേ ആയിക്കൊണ്ടാണ് വരുന്നത്. ചിലവർക്ക് 55-60 വയസ്സാകുമ്പോഴേക്കാണ് മെനോപോസ് ആവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫ് എക്സ്പെക്റ്റൻസിയും കൂടി നേരത്തെ കാണും. അപ്പോൾ പോസ്റ്റ് മെനോപോസ് ലൈഫ് ഒരുപാട് കൂടിയതുകൊണ്ട് ഇന്ന് ആൾക്കാർ കൃത്യമായിട്ടുള്ള ബോഡി ചെക്കപ്പുകൾ ചെയ്യുന്നുണ്ട്, സ്കാനുകൾ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസസ്മെൻറ്റിൻ്റെ സമയത്ത് ഇപ്പോൾ എൻഡോമെട്രിയോസിസും പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺസ് കുറയുന്നത് ഓവറിൽ നിന്ന് മാത്രമാണ് മെനോപോസ് കഴിഞ്ഞിട്ട്. പക്ഷേ ബോഡിയിൽ വേറെ പല സോഴ്സ് ഓഫ് ഹോർമോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏത് ഹോർമോൺ സോഴ്സും ഉണ്ടെങ്കിൽ എൻഡോമെട്രിയോട്ടിക് ലീഷൻ ഇല്ലെങ്കിൽ ആ ഡിസീസിനെ നിലനിർത്താൻ ആ ഒരു ഹോർമോൺ സോഴ്സ് മതി. പ്ലസ് ചിലപ്പോൾ ഈ ലീഷൻസ് ഒന്നെങ്കിൽ നിലനിൽക്കുക അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിൽ തന്നെ 65 വയസ്സിൻ്റെ മുകളിൽ എൻഡോമെട്രിയോട്ടിക് സർജറി ചെയ്യേണ്ട ഒരു 3 സ്ത്രീകൾ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലുണ്ട്. ഇവർ മോസ്റ്റ്ലി പ്രസൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ മെനോപോസ് കഴിഞ്ഞിട്ടുള്ള കൂടെ വരുന്ന ബ്ലീഡിങ് ഇല്ലെങ്കിൽ വയറുവേദന, അടിവയറ് വേദന, ഇതെല്ലായിരിക്കും അവരുടെ സിംറ്റംസ്. അപ്പോൾ നമുക്കൊരു സസ്പീഷൻ ഉണ്ടാവില്ല, എൻഡോമെട്രിയോസിസ് ആവുന്നത് നമുക്ക് പലപ്പോഴും സസ്പീഷൻ ഉണ്ടാവില്ല. പക്ഷേ MRI ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ലീഷൻസും സിസ്റ്റിക് ലീഷൻസും കാര്യങ്ങളെല്ലാം കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഏജിൽ പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഡയറക്റ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ഏറ്റവും പ്രായം കൂടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ ഒരു 70 വയസ്സ് സ്ത്രീയിലാണ് ഈ എൻഡോമെട്രിയോട്ടിക് സർജറി ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് പെൽവിസിലെ യൂട്രസും ഓവറീസും എൻഡോമെട്രിയോട്ടിക് ലീഷൻസും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മെനോപോസ് കഴിഞ്ഞിട്ട് എൻഡോമെട്രിയോസിസ് കംപ്ലീറ്റ് ഡ്രൈ ആവുന്നോ ഇല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ആ ഡിസീസ് കംപ്ലീറ്റ് ഡിസപ്പിയർ ആവുന്നോ അങ്ങനെ വിശ്വസിക്കുന്ന വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ തെറ്റാണ്. പിന്നെ അടുത്തൊരു ഫാക്ടർ ഇതിൽ ആഡ് ഓൺ അയക്കണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയതുകൊണ്ടെന്ന് ഇന്ന് ആൾക്കാർ ഒരുപാട് അവെയറാണ്. ഇന്ന് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കുറേ പേര് ഓപ്റ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ മെനോപോസ് കഴിഞ്ഞിട്ട് വരുന്ന ചേഞ്ചസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹോർമോണൽ തെറാപ്പി എടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഈ ഹോർമോണൽ തെറാപ്പിയിൽ ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. ചിലവരിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ കൂടെ കൊടുക്കും. അപ്പോൾ ഈ കൊടുക്കുന്ന ഈസ്ട്രോജന് എൻഡോമെട്രിയോസിസിനെ നിലനിർത്താനോ അല്ലെങ്കിൽ വളർത്താനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ എൻഡോമെട്രിയോസിസിൻ്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് ലീഷൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്നതിന് മുമ്പ് വളരെ കെയർഫുൾ ആയിരിക്കണം, ഡോക്ടറിനോട് കൃത്യമായിട്ട് ഇത് പറഞ്ഞിരിക്കണം. ഒരു ഇവാലുവേഷൻ കഴിഞ്ഞിട്ടേ ഈ ഒരു തെറാപ്പിക്കും വേണ്ടി പോകാൻ പാടുള്ളൂ. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഈ എൻഡോമെട്രിയോസിസ് കേസസിൽ ഒരുപാട് നമുക്ക് വെറൈറ്റി ഓഫ് കേസസ് വരാറുണ്ട്. അതിൽ ചിലതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ സാറ്റിസ്ഫൈയിങ് ആയിരിക്കും. പക്ഷേ ചിലവരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും അവരുടെ സ്റ്റോറീസും കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കും. അപ്പം ഇതേപോലെ തന്നെ ഒരു 34 വയസ്സൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കപ്പിളാണ്. ഒരു കുട്ടീനെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കുറേ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ കയറി വരുന്നായിരുന്നു ഫ്രം 2017.
അപ്പോൾ ഫസ്റ്റ് അവരുടെ ഒരു എക്സ്പീരിയൻസ് 2018 ഇതിൻ്റെ ഒരു അസസ്മെൻറ്റിന് പോയപ്പോഴത്തേക്കും അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്നുള്ളൊരു ഡയഗ്നോസിസ് നടത്തിയായിരുന്നു. അതിനെ തുടർന്ന് ഒരു സർജറി ചെയ്തായിരുന്നു. അതായിരുന്നു അവരുടെ ഫസ്റ്റ് സർജറി. അതിൽ സിസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്തു, പെൽവിക് ലീഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് വീണ്ടും അവർക്ക് ബാക്കി ഫെർട്ടിലിറ്റി അസസ്മെൻറ്റും IVF കാര്യങ്ങളും ചെയ്യാമെന്ന് അവർ വീണ്ടും 2020 തിരിച്ചു പോയപ്പോഴത്തേക്കും എൻഡോമെട്രിയോസിസ് ഏകദേശം സെയിം സ്റ്റേജിലേക്ക് തിരിച്ചു വന്നായിരുന്നു. അയ്യോ, വിത്തിൻ എ സ്പാൻ ഓഫ് ജസ്റ്റ് 2 years. 2020 അവർ സെക്കൻഡ് സർജറി. ഓക്കെ. ആ സെക്കൻഡ് സർജറിയും ചെയ്ത് വീണ്ടും അതേപോലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഗ്യാപ്പും കാര്യങ്ങളെല്ലാം കൊടുത്ത് വീണ്ടും ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് IVFന് വേണ്ടി പോകാമെന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഇതിൽ 2022 ആയപ്പോഴത്തേക്കും വീണ്ടും അവരുടെ എൻഡോമെട്രിയോസിസ് ബാക്ക് ടു സെയിം ആയിട്ട് വന്നായിരുന്നു. അതായിരുന്നു അവരുടെ തേർഡ് സർജറി. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഫൈനാൻഷ്യലിയും കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിരുന്നു. വിത്തിൻ എ സ്പാൻ ഓഫ് 4 വർഷത്തിൽ തന്നെ അവർക്ക് 3 സർജറി കഴിഞ്ഞായിരുന്നു. ഇനി അവർക്ക് IVF ചെയ്യാനോ അതോ പ്രഗ്നൻ്റ് ആവാനോ അങ്ങനെ യാതൊരുവിധ ആഗ്രഹങ്ങളും പിന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവരുടെ ആകെയുള്ളൊരു നീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർക്കൊരു സിംറ്റം കൺട്രോൾ വേണം, അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ക്വാളിറ്റി ഉള്ളൊരു ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ളൊരു ഒരൊറ്റ ആഗ്രഹം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവർ കുറേ സ്ഥലത്ത് കയറി ഇറങ്ങി അവരുടെ കംപ്ലീറ്റ് പെൽവിക് ഓർഗൻസ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ യൂട്രസും ഓവറീസും എല്ലാം റിമൂവ് ചെയ്ത് എൻഡോമെട്രിയോട്ടിക് ലീഷൻസും കൂടെ റിമൂവ് ചെയ്താലാണ് അതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി കുറേ സ്ഥലത്ത് കയറി ഇറങ്ങി. ബട്ട് അവരൊരു ഏജ് കാരണം പലവരും അത് നിഷേധിച്ചു. അവസാനം അവർ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അവർക്കൊരു ഡീറ്റെയിൽ കൗൺസിലിംഗ് കൊടുത്തു. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ ഈ ഒരു ജീവിതത്തിൽ കിട്ടില്ല. ബട്ട് അവരുടെ സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് അത്രത്തോളം വലുതായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ബ്രേക്ക് ഡൗൺ, അവർക്ക് ഇനി വേറെ ഒരു കാര്യം ചെയ്യാൻ ഫൈനാൻസ് ഉണ്ടായിരുന്നില്ല, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല, മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. ഒരു ഡീറ്റെയിൽഡ് കൗൺസിലിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴും അവർ സ്റ്റിൽ ഓപ്റ്റ് ചെയ്തത് ഡെഫിനറ്റീവ് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, കംപ്ലീറ്റ് റിമൂവലിന് വേണ്ടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യേണ്ടി വന്നു. ഷി വാസ് ജസ്റ്റ് 34 years. യൂട്രസും ഓവറീസും എൻഡോമെട്രിയോട്ടിക് ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഇതിലാകെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സർജറി കഴിഞ്ഞ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ഇമ്പ്രൂവ് ചെയ്തു. അവർ തിരിച്ച് ജോലിക്ക് പോയി തുടങ്ങി, ബാക്കി കാര്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്തു. പീരീഡ് പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആയി. ബട്ട് സാഡ് ട്രൂത്തസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ ലൈഫിൽ അവരുടെ ഒരു ഇതിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പെയിൻഫുൾ ആയിട്ടുള്ള കേസസും നമ്മളിപ്പോൾ എൻഡോമെട്രിയോസിസ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ രണ്ടാമത്തെ വേറെ ഇതാണ്, നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മദർ 2 കുട്ടികളെയും കൊണ്ട് വന്നായിരുന്നു. അതിൽ മൂത്ത കുട്ടിക്ക് എൻഡോമെട്രിയോസിസ്, ആ സമയത്ത് അവർക്ക് 22 വയസ്സായിരുന്നു. ഇളയ കുട്ടിക്ക് 20 വയസ്സ്. അവർക്ക് എൻഡോമെട്രിയോസിസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആഫ്റ്റർ പീരീഡ് ഓഫ് ടൈം അവരെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ മൂത്ത കുട്ടിക്ക് ഫസ്റ്റ് സർജറി ചെയ്തത്. ഇളയാളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ മൂത്ത ആളുടെ കല്യാണം കഴിഞ്ഞ ആ സർജറി ചെയ്തിട്ട് അവർക്ക് വിത്തിൻ ഒരു സ്പാൻ ഓഫ് 1.5 years അവർക്ക് റിക്കറൻസ് ഉണ്ടായി. അപ്പോൾ ബൈ ദാറ്റ് ടൈം ഇളയ കുട്ടിക്ക് എൻഡോമെട്രിയോസ് കാര്യങ്ങൾ അവർ കല്യാണം കഴിഞ്ഞ് കൺസീവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം. ഒരേ ഫാമിലിയിൽ 2 സിസ്റ്റേഴ്സാണ്, ഒരാൾക്ക് എൻഡോമെട്രിയോസിസ് ഇഷ്യൂസ് ഉണ്ട്, 2 പേരും മാരീഡാണ്, ഒരാൾക്ക് കുട്ടിയായി, ഒരാൾ എപ്പോഴും ബാറ്റിൽ ചെയ്യുന്നു. രണ്ടാമത്തെ സർജറി അവർ പോയി ഒരു മെഡിക്കൽ കോളേജിലായിരുന്നു ചെയ്തത്. മെഡിക്കൽ കോളേജിൽ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടൊരു 2 to 2.5 years കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുത്ത് അവർ ഫോളോ അപ്പിനും ഇതും വന്നപ്പോഴത്തേക്കും റിക്കറൻസ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ മിനിമൽ റിക്കറൻസ് ആയിരുന്നു. അപ്പോൾ മിക്ക ആൾക്കാരും ആഫ്റ്റർ സഫറിങ് ഒരു എൻഡോമെട്രിയോസിസ് പെയിനും ഇഷ്യൂസുമായിട്ട് കുറച്ച് നാൾ സഫർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൻ്റെ ഗോളും കാര്യങ്ങളൊക്കെ മാറും. നേരത്തെ ഒരു കുട്ടി വേണമെന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്, പിന്നീട് വരുന്നത് എങ്ങനെയെങ്കിലും ഒരു സിംറ്റം ഫ്രീ ഗുഡ് ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല, കൺസർവേറ്റീവായിട്ട് ഇപ്പോൾ നമ്മൾ ഹോർമോണൽ സപ്രഷൻ, അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഹോർമോണൽ സപ്രഷനും മിറേന എന്ന് പറഞ്ഞത്, അതായത് ഹോർമോണുള്ള ഒരു ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇട്ട് ഇപ്പോൾ ആ ഒരു കൺട്രോൾ അവിടെ നിർത്താണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ തൽക്കാലം സിംറ്റംസ് ഇല്ല, പീരീഡ് സമയത്ത് വലിയ പെയിൻ ഇല്ല, ബ്ലീഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഒരു കൺട്രോളിലാണ് അവർ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ കുറേ കോൺട്രാസ്റ്റിംഗ് കാര്യങ്ങളും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറീസും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ നേരത്തെ 4 വർഷത്തിൽ 3 തവണ സർജറി ചെയ്തു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പ് ഉണ്ടോ? യൂഷ്വലി ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പം ഒരു സർജറി ചെയ്യാൻ പറ്റില്ല, ഇപ്പം അടുത്താണ്, അപ്പോൾ ഒരു 6 months ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേറെ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ സർജറിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് എത്രയാണ്? ഈ സർജറിക്ക് സാധാരണ അങ്ങനെ ഒരു ഗ്യാപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറ് എൻഡോമെട്രിയോട്ടിക് സർജറി ആസ് മച്ച് ആസ് പോസിബിൾ ഒരു എൻഡോമെട്രിയോസിസ് എക്സ്പേർട്ടിൻ്റെ കൂടെ തന്നെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എൻഡോമെട്രിയോസിസിൽ എപ്പോഴും ഫസ്റ്റ് സർജറിയാണ് ഗോൾഡൻ സർജറി.
ഫസ്റ്റ് സർജറി എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യുന്നു, എത്രത്തോളം നമുക്ക് ലീഷൻസ് മാറ്റിയിട്ട് അനാറ്റമി നോർമലൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്, അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഹോർമോണൽ സപ്രഷൻ, ഫോളോ അപ്പും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചാൻസസ് ഓഫ് റിക്കറൻസ് നമുക്ക് ഡിലേ ചെയ്യാനും പറ്റും. പിന്നെ നീഡ് ഫോർ ഫർദർ സർജറീസും നമുക്ക് അത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും അത് കൃത്യമായിട്ട് എൻഡോമെട്രിയോസിസ് മനസ്സിലാക്കുന്ന ഒരു സർജൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് കൗൺസിലിംഗ് എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം. കുറേ പേര് ഇത് കൃത്യമായിട്ട് ഡിസീസ് പ്രോസസ്സ് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഹറി ചെയ്യും ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ചെറുപ്രായം, ചിലവർ 16-17 ഇയേഴ്സിൽ തന്നെ ഇതിന് സർജറിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രോബ്ലം എന്താ വെച്ചാൽ അത് കഴിയുമ്പോൾ അവരുടെ ലൈഫ്, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു 45 ഇയേഴ്സ് വരെ ഹോർമോണലി ആക്റ്റീവ് ആയിരിക്കുന്ന സമയം വരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ പറ്റണം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ സിംറ്റം സിവിയറിറ്റി എന്താണ്, സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് ഗോൾ എന്താണ്, പിന്നെ ലീഷൻ സൈസും ബാക്കി കാര്യങ്ങൾ അസസ് ചെയ്തിട്ട് വേണം എപ്പോഴാണ് ടൈമിംഗ് ഓഫ് സർജറി കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാനും സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പ് ചെയ്യാനും പിന്നെ നീഡ് ഫോർ സർജറി ഇല്ലെങ്കിൽ റിക്കറൻസ് അസസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു എൻഡോമെട്രിയോസിസ് എക്സ്പേർട്ടായിട്ട് വേണം ഡിസ്കസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സർജറി മോശമായി പോയി കഴിഞ്ഞാൽ, മോശം എന്ന് പറയുന്നത് ഞാൻ സർജറി മോശം എന്നല്ല, ബട്ട് ക്ലിയറൻസ്, ഈ പെൽവിക് ക്ലിയറൻസും അനാറ്റമിക്കൽ റീസ്റ്റോറേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ റിക്കറൻസ് വരാനുള്ള ചാൻസും കൂടും. നെക്സ്റ്റ് സർജറിക്ക് ഉള്ള ഡ്യൂറേഷനും വളരെ കുറയും. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ 6 monthsലോ 1 yearലോ നെക്സ്റ്റ് സർജറി തന്നെ ചിലപ്പോൾ വേണ്ടി വരാം. ഓക്കെ, അപ്പം ഈ ഒരു സർജറി എത്ര മണിക്കൂർ ആണ് അത് നീണ്ടു നിൽക്കുന്നത്? നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ സർജറി ചിലപ്പോൾ 1/2 മണിക്കൂർ തൊട്ട് 4 മണിക്കൂറോ 5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. ഇത് സർജറി നീണ്ടു നിൽക്കാനുള്ളതിൻ്റെ ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് ദ ഡിസീസാണ്. അതായത് എത്രത്തോളം നമുക്കതിൽ ലീഷൻസ് റിമൂവ് ചെയ്യാനുണ്ട്, എത്രത്തോളം നമുക്കതിനെ അനാറ്റമി റീസ്റ്റോർ ചെയ്യാനുണ്ട്. സർജറി സമയത്ത് ഇത് എത്ര ഒട്ടിയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇഞ്ചുറീസ്, അതായത് കുഴലിന് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും കുഴലും യൂട്രസും ഒക്കെ ആയിട്ട് ഒട്ടി നിൽക്കും, അല്ലെങ്കിൽ കുഴലും അണ്ടാശയമൊക്കെ ആയിട്ട് ഒട്ടി നിൽക്കാം. ഇല്ലെങ്കിൽ യൂററ്റർ എന്ന് പറയുന്നത്, അത് കിഡ്നിയിൽ നിന്ന് യൂറിൻ ബ്ലാഡറിലേക്ക് കൊണ്ടുപോകുന്ന യൂററ്റർ, ആ കുഴലുകൾ ചിലപ്പോൾ ഈ എൻഡോമെട്രിയോട്ടിക് ലീഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ അണ്ടാശയമായിട്ടോ അല്ലെങ്കിൽ യൂട്രസ് ആയിട്ടോ ഒക്കെ ഒട്ടി നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ കോംപ്ലക്സിറ്റി എത്രത്തോളം, ഇല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നിട്ടുണ്ടോ, അതിനെല്ലാം ബേസ് ചെയ്തിരിക്കും ഈ സർജറിയുടെ ഡ്യൂറേഷൻ എത്രയാണ്. ബട്ട് ആസ് എ തമ്പ് റൂൾ സാധാരണ ചെയ്യുന്നൊരു കീ ഹോൾ സർജറിനെക്കാട്ടിലും എപ്പോഴും ഡ്യൂറേഷൻ കൂടുതലും ആയിരിക്കും, ഇതിൻ്റെ കോംപ്ലക്സിറ്റിയും കൂടുതലായിരിക്കും. നമ്മൾ ഇതിൻ്റെ തന്നെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ സിസ്റ്റക്ടമി എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്. എന്ന് വെച്ചാൽ അണ്ടാശയത്തിലൊരു സിസ്റ്റ് കണ്ടാൽ നമ്മൾ ലാപ്രോസ്കോപ്പി വഴി ആ സിസ്റ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് നമ്മൾ ഓവറി പ്രിസർവ് ചെയ്യുന്ന ഒരു സർജറിയാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ സിസ്റ്റക്ടമി. അത് ചിലപ്പോൾ 30 തൊട്ട് 60 മിനിറ്റ് വരെ ഉണ്ടാവുള്ളൂ. ബട്ട് എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇതൊരു സാധാരണ സിസ്റ്റ് റിമൂവൽ പോലെ നമുക്കതിനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഇത് ഇത്രയും ഡ്യൂറേഷൻ വരാം, ഇതിന് ഇത്രത്തോളം കോസ്റ്റ് വരാം, ഇതിന് ഇത്രത്തോളം കോംപ്ലക്സിറ്റി വരാമെന്ന് പറയുമ്പോൾ അവർ ഈ സിസ്റ്റക്ടമി എന്ന് പറഞ്ഞൊരു ഫ്രേസ് മാത്രം എടുത്ത് അത് ചെയ്ത ആൾക്കാരിലോടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചാറ്റ് GPT ഗൂഗിളിലോ വേറെ എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് വരും, പറയും അയ്യോ ഇതെന്താ ഇത്രയും കോംപ്ലക്സ് ഒന്നുമല്ലല്ലോ, സിസ്റ്റക്ടമി മാത്രമല്ല, സിമ്പിൾ സർജറി അല്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റക്ടമി അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സർജറി ചെയ്യുമ്പോൾ എപ്പോഴും ഡിഗ്രി ഓഫ് കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും. ബിക്കോസ് അതിലെല്ലാം മൊട്ടലുകളുണ്ടാവും, പിന്നെ അത്രത്തോളം അനാറ്റമി ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. സോ എപ്പോഴും എൻഡോമെട്രിയോട്ടിക് സർജറി കമ്പയർഡ് ടു എനി അതർ സർജറി, സിസ്റ്റക്ടമി ആണ്, ഹിസ്റ്റക്ടമി, അത് യൂട്രസ് റിമൂവലോ ഫൈബ്രോയിഡ് റിമൂവലോ, അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മോർ കോംപ്ലക്സ് ആയിരിക്കും, എപ്പോഴും ലോങ്ങർ ആയിരിക്കും, ആൻഡ് കോസ്റ്റ് വൈസും എപ്പോഴും ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് സർജറി കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ളിൽ അയാൾക്കൊരു ബാക്ക് ടു നോർമൽ ലൈഫ് പോകാൻ പറ്റും? നമുക്കിപ്പോൾ എൻഡോമെട്രിയോട്ടിക് സർജറി കഴിഞ്ഞിട്ട് ഇൻട്രോപ്പ്, അതായത് സർജറി സമയത്ത് പ്രത്യേകിച്ച് ഇഞ്ചുറീസോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് കുഴലിനോ യൂററ്ററിനോ ഒന്നും ഇഞ്ചുറി ഇല്ലെങ്കിൽ ബ്ലാഡറിന് ഇഞ്ചുറി സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കീ ഹോൾ സർജറി പോലെ തന്നെ 48 മണിക്കൂർ കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോവാം. ഈ 48 മണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആകെ പറയുന്നത് ഫസ്റ്റ് 1 വീക്കിലേക്ക് ബെഡ് റെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, നോർമലായിട്ടുള്ള കംഫർട്ടബിൾ ആക്ടിവിറ്റീസ്, അതായത് നിന്നും ഇരുന്നും പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. സ്റ്റെപ്പ് കയറാം, സ്വന്തമായിട്ട് കുളിക്കാം, വേണമെങ്കിൽ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഡെസ്ക്ടോപ്പ്
ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വിത്തിൻ 48 hours തന്നെ വർക്കൊക്കെ തുടങ്ങാൻ പറ്റും. അപ്പോൾ കംഫർട്ടബിളായിട്ട് വിത്തൗട്ട് സ്ട്രെയിൻ, വിത്തൗട്ട് ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ്സ് എന്തൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ജസ്റ്റ് ലൈക്ക് എനി അതർ ലാപ്രോസ്കോപ്പിക് സർജറി ഇതിലും ചെയ്യാൻ പറ്റും. യൂഷ്വലി ഒരു 1 week അല്ലെങ്കിൽ 7 to 10 days കഴിയുമ്പോൾ ഒരു റിവ്യൂവിന് വിളിച്ചിട്ട് ആ റിവ്യൂവിൻ്റെ സമയത്ത് വീണ്ടും ഒരു ഡിസ്കഷൻ ചെയ്തിട്ട്, അതായത് അവരുടെ ബയോപ്സി റിപ്പോർട്ട് വരും, ബാക്കി സ്റ്റിച്ചിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് സൂച്ചറിൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, സ്കാർസ് ഹീലായോ എന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഹെവി വർക്കും ഹെവി വെയ്റ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ടു എ നോർമൽ ലാപ്രോസ്കോപ്പിക് സർജറി, ഇപ്പോൾ എൻഡോമെട്രിയോസിസ് സർജറിയിലാണെങ്കിലും പോസ്റ്റ് സർജിക്കൽ ഫോളോ അപ്പിലോ ബാക്കി കെയറിലോ വലിയ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ. ഇത് എന്തെങ്കിലും രീതിയിൽ ജനറ്റിക്സ് ആയിട്ട് ബന്ധമുണ്ടോ? അതായത് അമ്മയ്ക്കുണ്ടെങ്കിൽ മക്കൾക്കുണ്ടാകും, അല്ലെങ്കിൽ മക്കളുടെ മക്കൾക്കുണ്ടാകും എന്ന് പറയുന്നൊരു സംഭവം ഈ അസുഖത്തിനുണ്ടോ? എൻഡോമെട്രിയോസിസിൽ ഞാൻ പറഞ്ഞ പോലെ എക്സാക്ട് കോസ് ഇതുവരെയായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇതിലൊരു ജനറ്റിക് കോമ്പണൻറ്റും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള ജനറ്റിക് കോമ്പണൻ്റ് ഉണ്ട്. പക്ഷെ എത്രത്തോളം ഇതിന് ഡയറക്റ്റ് കോറിലേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനും പറ്റില്ല. ഇപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഉണ്ട്, കുറേയേറെ ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് എൻഡോമെട്രിയോസിസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറ്. ബട്ട് ഡയറക്റ്റ് കോറിലേഷൻ, ഇപ്പോൾ അമ്മയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവും എന്നുള്ളൊരു ഡയറക്റ്റ് കോറിലേഷൻ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാറില്ല. ഡോക്ടർ, നമ്മൾ ഗേൾസ് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സിൻ്റെ സമയത്ത് എല്ലാവർക്കും ഈ പെയിൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു വേദന കൂടുന്ന സമയത്ത് വേദന കൂടുതലാണെന്ന് പറയുമ്പം വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ചീത്ത പറയുകയാണ്, ഈ ചെറിയ വേദന വരെ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് നോർമൽ പെയിൻ അല്ല എന്നറിയുന്നൊരു റെഡ് ഫ്ലാഗ് എവിടെയാണ്? ഈ പീരീഡ്സിന് സമയത്ത് വരുന്ന പെയിൻ ഒരിക്കലും നമ്മൾ നോർമലൈസ് ചെയ്യരുത്. പീരീഡ്സ് സമയത്ത് വരുന്ന ഡിസ്കംഫേർട്ട് ഉണ്ടാവാം. ഒരുപാട് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. ആ എൻഡോമെട്രിയം അഥവാ ബ്ലഡിനെ പുറന്തള്ളാൻ വേണ്ടി യൂട്രസ് ശരിക്കും പരിശ്രമിക്കുന്നുണ്ട്, അതൊരു മസിലാണ്. അപ്പോൾ ഡിസ്കംഫർട്ട് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവാം. ബട്ട് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നോർമലൈസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കാം. പക്ഷേ ഈ പീരീഡ് പെയിനിൽ തന്നെ അഥവാ ഡിസ്മെനോറിയ എന്ന് പറയുന്നതിന് കുറേ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പം അത് നമുക്കൊരു റെഡ് ഫ്ലാഗ് ആണോ അല്ലേ എന്ന് പറയാൻ വേണ്ടി നമ്മളെ ചിലപ്പോൾ സഹായിക്കും. ഒന്ന് സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്ന് പറയും. ഈ സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ പീരീഡ്സ് തുടങ്ങുന്ന ദിവസം ഇല്ലെങ്കിൽ ചിലപ്പോൾ പീരീഡിൻ്റെ ഫ്ലോ തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അന്ന് പെയിൻ തുടങ്ങുന്നത്. അത് 1 or 2 days സാധാരണ പെയിൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് സബ്സൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ ഫ്ലോ വരാൻ വേണ്ടിയിട്ട് യൂട്രൈൻ ആക്ഷൻ അല്ലെങ്കിൽ യൂട്രൈൻ മസ്കുലർ കോൺട്രാക്ഷൻ കാരണം വരുന്നൊരു പെയിനാണ് ഈ സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു റെഡ് ഫ്ലാഗ് അല്ല. കൂടുതൽ ആൾക്കാരും ഇനീഷ്യലി ചിലപ്പോൾ പെയിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്കംഫർട്ടായിട്ടോ അനുഭവപ്പെടാം. പക്ഷേ രണ്ടാമത്തെ പറയാൻ പോകുന്ന പെയിൻ, അതായത് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറയും. ഈ തരത്തിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പീരീഡ്സ് വരുന്ന ഡേറ്റിന് 2-3 ദിവസം മുമ്പ് ഈ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ പെയിൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇത് ബിൽഡപ്പ് ചെയ്യും. മെൻസസ് തുടങ്ങുന്ന ദിവസം വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരുന്നിട്ട് മെൻസസ് തുടങ്ങുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ പീക്ക് പെയിൻ. ബട്ട് ഈ പീക്ക് പെയിൻ അടുത്ത 2-3 ദിവസം വരെ കണ്ടിന്യൂ ചെയ്യാം. ചില ആൾക്കാരിൽ മെൻസസ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടും ഈ പെയിൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനെയാണ് ഈ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്മെനോറിയ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പെയിൻ വന്നാൽ നമ്മൾ എപ്പോഴും കോഷ്യസ് ആയിരിക്കണം. മോസ്റ്റ്ലി ഇതൊരു സെക്കൻഡറി ഡിസ്മെനോറിയ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇത് സെക്കൻഡറി ടു സം ഡിസീസ് പ്രോസസ്സാണ്. ആ ഒരു ഇൻഫ്ലമേഷൻ ഇല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് കാരണമാണ് ഈ ഒരു പെയിൻ ബിൽഡപ്പ് ആവുന്നതും എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതും. പിന്നെ അടുത്തൊരു റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ, എല്ലാ മാസം വരുന്ന പെയിൻ ചിലപ്പോൾ ഇനീഷ്യലി പെയിൻ കില്ലേഴ്സോ വേറെ എന്തെങ്കിലും റെമഡീസ് എടുത്താൽ ചിലപ്പോൾ കൺട്രോൾ ആയേക്കാം. പക്ഷേ കാലക്രമേണ ഇത് കൺട്രോൾ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് ആദ്യം ഒരു പെയിൻ കില്ലറാണ് കഴിക്കുന്നത്, കുറച്ച് നാളായിട്ട് 2, കുറച്ച് കഴിഞ്ഞിട്ട് 3. അപ്പോൾ പെയിൻ കില്ലർ എടുക്കുന്നതിൻ്റെ യൂസേജ് കൂടിക്കഴിഞ്ഞാൽ പോലും അത് നമുക്കൊരു റെഡ് ഫ്ലാഗ് ആണ്. എന്തോ ഒരു ഡിസീസ് പ്രോസസ്സ് ഉണ്ടാകത്ത് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നോർമൽ ഇതിൽ കൺട്രോൾ ആവുന്നില്ല. ഇതാണ് രണ്ടാമത്തെ നമുക്കൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പീരീഡ് പെയിനിൻ്റെ കൂടെ വരുന്ന വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നും കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡിസ്പെറൂണിയ അല്ലെങ്കിൽ ഇൻ്റർകോഴ്സിന് സമയത്ത് ഒരു പെയിൻ ഒരു ഇൻഡിക്കേഷനായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ചിലവരിൽ കോൺസ്റ്റിപ്പേഷൻ, ഈ പീരീഡ്സ് സമയത്ത് വരുന്ന കോൺസ്റ്റിപ്പേഷൻ ചിലപ്പോൾ വേറൊരു റെഡ് ഫ്ലാഗ് ആയിരിക്കും. എൻഡോമെട്രിയോസിസ് പോലത്തുള്ളൊരു ഇഷ്യൂവിൻ്റെ റെഡ് ഫ്ലാഗ് ആയിരിക്കാം. ഇല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ബ്ലഡ്, ചിലവരിത് പൈൽസാന്നൊക്കെ വിചാരിച്ച് ഇഗ്നോർ ചെയ്യും, പക്ഷേ ഇതും എൻഡോമെട്രിയോസിൻ്റെ ഒരു സൈൻ ആവാം. അപ്പോൾ പീരീഡ് പെയിൻ മാത്രമല്ല, അതേ സമയത്ത് വരുന്ന വേറെ കുറേ അലൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതും കൂടെ ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു റെഡ് ഫ്ലാഗ് ആയിട്ടാണ് എടുക്കേണ്ടത്. അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, ഇത് എപ്പോഴും ഈ 2 ടേംസും കേൾക്കുമ്പം ഇത് സെയിം ആണോ അല്ലെങ്കിൽ ഇത് തമ്മിൽ എന്താണ് ബന്ധം? ഇത് രണ്ടിലും തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ എൻ്റെ ഡിസീസ് പ്രോസസ്സ് അഥവാ അതിൻ്റെ ഒരു മെക്കാനിസം സെയിം ആണ്. അതായത് എൻഡോമെട്രിയോസിസിൽ
അഡിനോമയോസിസിലും സാധാരണ അതിൻ്റെ സ്ഥലത്തുനിന്ന് എൻഡോമെട്രിയോസിസ് ഡിസ്പ്ലേസ് ആവുകയാണ്. എൻഡോമെട്രിയോസിസിൽ സംഭവിക്കുന്നത് യൂട്രസിൻ്റെ പുറമേ ഡിസ്പ്ലേസ് ആവുന്ന എൻഡോമെട്രിയോട്ടിക് ടിഷ്യൂവിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അതായത് യൂട്രസിന് പുറമേ ഓവറിയിലോ ഫെലോപ്പിയൻ ട്യൂബോ കുഴലിലോ ലിവറിലോ എവിടെ വേണമെങ്കിലും വരാം. പക്ഷേ യൂട്രസിൻ്റെ അകത്ത് തന്നെ ഈ 3 ലെയർ ഉണ്ടെങ്കിലും ഈ എൻഡോമെട്രിയൽ ലെയറിൽ നിന്ന് അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള തിക്കസ്റ്റ് ലെയർ അഥവാ മയോമെട്രിയൽ ലെയറിലേക്ക് എൻഡോമെട്രിയം കയറി നിൽക്കുന്നതിനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. ഇന്ന് അഡിനോമയോസിസിന് ഇൻസിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ യൂട്രസിന് 3 ലെയർ ഉണ്ടെങ്കിലും ഈ 3 ലെയർ തമ്മിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷേ ഇന്ന് കൂടി വരുന്ന സിസേറിയൻ റേറ്റ്സ് ഇല്ലെങ്കിൽ DNC ഇല്ലെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സ് IVF ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ എൻഡോമെട്രിയം ഇതിൻ്റെ സ്ഥലത്ത് നിന്ന് ഡിസ്പ്ലേസ് ആയി മയോമെട്രിയത്തിൻ്റെ അകത്തേക്ക് പോയി ഡെപ്പോസിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. ഇത് ഡെപ്പോസിറ്റ് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ എപ്പോഴും ഹോർമോണലി ആക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ മെൻസസ് വരാത്ത സമയത്ത് ഇത് ഹോർമോണൽ ഇൻഫ്ലുവൻസിലൂടെ ഇത് വളർന്നുകൊണ്ടിരിക്കും. ആൻഡ് മെൻസസിന് സമയത്ത് ഹോർമോണൽ വിഡ്രോവൽ വരുമ്പോൾ ഇത് പൊട്ടിപ്പുറത്ത് വരും. ഈ 2 ആക്ഷനും വികസിക്കാനോ പൊട്ടിപ്പുറത്ത് വരാനോ മയോമെട്രിയത്തിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത എൻഡോമെട്രിയത്തിന് ഇത് പറ്റില്ല. അവിടെ ഒട്ടും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സാധാരണ വരുന്നത് വെച്ചാൽ മെൻസസിനോട് അടുക്കുമ്പോഴത്തേക്കും തീവ്രമായിട്ടുള്ള വേദന, കൺജസ്റ്റീവ് ഡിസ്മെനോറിയ, തീവ്രമായിട്ടുള്ള വേദന കൂടി വരും. ആൻഡ് മെൻസസിൻ്റെ സമയത്ത് ഇത് പൊട്ടിപ്പുറത്ത് വരാൻ വരുമ്പോൾ വീണ്ടും ഉള്ള പെയിനും ഇൻഫ്ലമേഷനും കാര്യങ്ങളും വരും. ഇത് കാലക്രമേണ പ്രസൻറ്റ് ചെയ്യുന്നത് സിവിയർ മെൻസസ് പെയിനും ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആയിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിനാണ് ഈ അഡിനോമയോസിസും ഇത് അഡിനോമയോസിസിനെ എങ്ങനെ എൻഡോമെട്രിയോസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. ബന്ധപ്പെടാൻ നേരത്ത് വരുന്ന പെയിൻ എൻഡോമെട്രിയോസിസിൻ്റെ ഒരു ലക്ഷണമാണോ? ഈ ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് വരുന്ന ഒരു പെയിനിനാണ് നമ്മൾ മെഡിക്കലായിട്ട് ഡിസ്പെറോണിയ എന്ന് പറയുന്നത്. ഡിസ്പെറോണിയ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എൻഡോമെട്രിയോസിസിൻ്റെ ഒരു ലക്ഷണമായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ തരം ഡിസ്പെറോണിയ അല്ല. ഈ ഡിസ്പെറോണിയ തന്നെ 2 തരത്തിൽ വരാറുണ്ട്. ഒന്ന് ഇനീഷ്യൽ പെനട്രേഷനിൽ വരുന്ന ഒരു ഡിസ്പെറോണിയ അല്ലെങ്കിൽ പെയിൻ, അഥവാ ഡീപ്പ് പെനട്രേഷനിൽ വരുന്ന ഒരു ഡിസ്പെറോണിയ. അപ്പോൾ ഇനീഷ്യൽ പെനട്രേഷനിൽ വരുന്ന ഡിസ്പെറോണിയ എൻഡോമെട്രിയോസിസിൻ്റെ ഒരു ക്ലാസിക്കൽ ഫീച്ചർ ഒന്നുമല്ല. അത് വേറെ പല കാരണമാവും. ചിലപ്പോൾ ഇൻട്രോയിറ്റസ്, അതായത് വെജൈനൽ ഇൻട്രോയിറ്റസ് ചിലപ്പോൾ വളരെ നാരോ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഹൈമനൽ ആയിട്ടുള്ള ഒരു ടിഷ്യൂ ഭയങ്കര തിക്കായിരിക്കാം, ഇല്ല വെജൈനസ്മസ് പോലത്തെ അതായത് വോളണ്ടറി കൺട്രാക്ഷൻ ഇല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എല്ലാം കാരണം ഇനീഷ്യൽ പെനട്രേഷന് സമയത്ത് ഡിസ്പെറോണിയ വരാം. പക്ഷേ എൻഡോമെട്രിയോസിന് കുറച്ചും കൂടെ ഐഡൻറ്റിഫൈങ്ങും ക്ലാസിക്കലായിട്ടുള്ളത് ഡീപ്പ് പെനട്രേഷനിൽ വരുന്ന പെയിൻ ഒരു ഡിസ്പെറോണിയാണ് എൻഡോമെട്രിയോസിന് കുറച്ചും കൂടെ ക്ലാസിക്കലായിട്ട് വരുന്നത്. ഇത് കാരണം എന്ന് വെച്ചാൽ ഡീപ്പ് പെനട്രേഷൻ്റെ സമയത്ത് യൂട്രസിന് പുറമേയുള്ള ടിഷ്യൂസിലുള്ള ഒട്ടലുകളും ഇൻഫ്ലമേഷനും എല്ലാം കാരണം അവിടെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് ഈ പെയിൻ എലിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻഡോമെട്രിയോസിസിനെ കുറച്ചും കൂടെ കോറിലേറ്റ് ചെയ്യുന്നത് ഡീപ്പ് പെനട്രേഷൻ്റെ സമയത്ത് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉള്ളൊരു പെയിനാണ് നമ്മൾ ക്ലാസിക്കലായിട്ട് കൺസിഡർ ചെയ്യാറ്. പീരീഡ് പെയിൻ എപ്പോഴും നോർമലാണ് എന്ന് വിചാരിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് വരുന്ന പീരീഡ് പെയിൻ എപ്പോഴും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. എൻഡോമെട്രിയോസിസിനെ കുറിച്ചുള്ള ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഈസി ആയിട്ട് പറഞ്ഞത് ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.